Hey guys! Hi! അപ്പം നമ്മൾ ഇന്ന് ഒരു ഹൂ നോസ് മീ ബെറ്റർ വീഡിയോ ചെയ്യാൻ പോകുന്നതാണ്. നമുക്ക് നമ്മളെ എന്താ ചലഞ്ച് ഹൂ നോസ് മീ ബെറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, നീ ചോദ്യം ചോദിച്ചത് അവരാരെങ്കിലും എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കട്ടെ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അറിയുന്ന ആള് ഫസ്റ്റ് കൈ പൊക്കണേ. ഓക്കെ, അറിയുന്ന ആള് കൈ പൊക്കണം. അറിയാത്ത ആളും ഉണ്ടാണ്ട് അവിടെ ഇരിക്കും ഒരു മൂലക്ക്. ഇങ്ങനെ കൈ വെക്കാൻ പറ്റില്ലേ? കൈ ഇങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ പൊക്കാൻ പറ്റും. അപ്പൊ ഒച്ച നോക്കണ്ടല്ലോ. അപ്പൊ നീ ഇങ്ങനെ കാണും ആരാ ഫസ്റ്റ് പൊക്കിയത്. ഇവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ആളുണ്ട്, നമ്മുടെ ഡയറക്ടർ ഉണ്ട്. ഡയറക്ടർ പറയും ഓക്കെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഞാൻ. ഓക്കെ, ചോദിച്ചോ. ഓക്കെ, എന്റെ ഇനി 3 സ്കൂൾ ഫ്രണ്ട്സിന്റെ പേര് പറയണം. മഹി സ്കൂൾ ഫ്രണ്ട്സ്. എനി 3 സ്കൂൾ ഫ്രണ്ട്സ്. 3 പറയുന്ന ആൾക്കാർ കൈപൊക്കിയാ മതിയേ, അല്ലാണ്ട് ഒന്ന് പറയണ്ട. ഞാൻ പറയാം. ഓക്കെ, മീ മഹി എന്താ തെറ്റി. ചിപ്പു, ആ പിന്നെ ദിവ്യതിന്റെ കൂടെ പഠിച്ചല്ലേ? അത് പക്ഷെ വരൂല. ഗ്യാങ് പറയാം. ചിപ്പു, നോറി രാത്രി 2 മണി വരെ ആ വരുന്നേ ഉണ്ട്. ഒന്നും കൂടെ അറിയാം. എന്നാ നീ പറഞ്ഞോ. അല്ല നിനക്ക് ഇവക്ക് അറിയില്ല, നീ മിണ്ടാണ്ട് നിനക്ക് സെക്കൻഡ് ചാൻസ് തരും. ഓക്കെ, ഞാൻ പറയട്ടെ. ചിപ്പു, അനീറ്റ, സ്നേഹ. സ്നേഹ. ഓക്കെ, ഗോപുവിന് ഒരു പോയിന്റ് കിട്ടി. നസൂറിനോ ഗോപുവിന് ഒരു പോയിന്റ്. ഇവക്ക് വേണമെങ്കിൽ 1/2 പോയിന്റ് കൊടുക്കാനാണ് ഞാൻ പറഞ്ഞു. കൊടുക്കാൻ പറ്റില്ല, അവിടെ എൻട്രി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വേറെ അറിയാവുമ്പോ ഒന്നാവൂലേ, അപ്പൊ എൻട്രി ചെയ്തോളൂ. ഓക്കെ, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. എനിക്ക് റീസെന്റ് ഏറ്റവും വിഷമായ ദിവസം ഏതാണ്? ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ ഇവിടെ സ്ട്രെസ് മൊത്തം എന്റെ മേലെ തീർന്നു. മെയ് 11th അല്ല, 10th. ഞാൻ പറഞ്ഞ ഞാൻ നാട്ടിൽ നിന്ന് വന്നത് എപ്പോഴാ? ഒരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, കൈ പൊക്കുന്നില്ല. ഒരു ഞായറാഴ്ച. അത് ഞാൻ പറഞ്ഞ 11th 6:30 7 മണിക്ക്. അല്ല, നിമിഷം ഉണ്ടായിരുന്നു. അതെ, എപ്പോഴാ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. മെയ്യില് അതൊന്നല്ലേ? അതെ, ഗോകുൽ എന്റെ ഒരു കാര്യം അതല്ല, കൈ പൊക്കാത്തവരെ നീ ഇന്ന് പുറത്താക്കുവേ. കൈ പൊക്കണം. ഇപ്പൊ ഞാൻ കോളേജിൽ ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്ട്, ഇപ്പൊ ഈ സെമ്മില് ഞാൻ കോളേജിൽ ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്ട് അല്ല, ഒരു ജനറൽ സബ്ജക്ട് പോയിട്ട് സാധനം ഇവരെല്ലാം ഓരോന്നല്ലേ ഉള്ളൂ. സോഷ്യൽ ഫാർമസി. കൈ പൊക്കിയിട്ടില്ല. അത് കുഴപ്പമില്ല. 1.5 ഞാൻ PA ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ എത്ര ഇയേഴ്സ് ആയി? 2 years. കറക്റ്റ് പറയണം, ഇയേഴ്സ് മന്ത്സ് പറയണം. 1 year 10 months. 10 months. കറക്റ്റ് പറ. 10 months. ആർ യു ഷുവർ? or 9 months. നീ ജൂണിൽ ജോയിൻ ചെയ്തല്ലോ, അപ്പം 10 months. Sorry, 11 months. 11 months ഞാൻ ആദ്യം മനസ്സിലായി. നിങ്ങളെ ഞാൻ ആദ്യം അതൊന്നുകൂടെ റീടേക്ക് എടുക്കും. ഒരു മിനിറ്റ്. ഞാൻ 1 2 3 പറയാം. ആരാദ്യം കൈ വെക്കുന്ന അവരുടെ ആൻസർ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. 1 2 3. 3 പറയുന്നതിന് മുന്നേ
okay. അതുകൊണ്ട് അപ്പൊ അത് ഞാൻ- അത് What? നമുക്ക് 11 months. 11 months. Okay, fine. ശ്രീ പറഞ്ഞ correct ആണോ? ജൂണിലാ. ഞാൻ പറഞ്ഞില്ല നീ date പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടായിട്ട്. 3 ഇടയ്ക്ക് ഫോൺ വിളിക്കാൻ പോകുന്നവരെ ഗെയിമിൽ നിന്നും പുറത്താക്കുന്നതാണ്. ഡിസ്ക്വാളിഫൈ. ഡിസ്ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എന്റെ ഹോസ്റ്റലിലെ റൂംമേറ്റിന്റെ പേര് കൈ. Okay, fine. നവ്യ. അല്ല, റൂംമേറ്റ് ക്ലാസ്മേറ്റ് മറ്റേ ആദ്യം കൂടെ ഒഴിഞ്ഞ് പറഞ്ഞേ ആദ്യം തുടങ്ങുന്ന ഒരു പേരിലുള്ള പോലെ ഒരു സംശയം അല്ലെ? അനീറ്റ. അനീറ്റയല്ല, അബി. അതല്ല, അല്ല ആദി. ആദ്യമൊന്നുമല്ല. കോളേജത്തെ ഓളല്ലേ മറ്റേ എൻഗേജ്മെന്റ് ആയത്? മഹി. മഹിനെ മാത്രമേ എനിക്കറിയാം. അപ്പൊ മഹി അതൊരാള്, അവള് വേറെ അത് വേറെ, അത് പറയണ്ട. വേറെ ഞാൻ എപ്പോഴും പറയും അതൊരു ഗ്രീഷ്മ. അറിയില്ല, സോറി. Zero. പറയട്ടെ, അഞ്ചു. ഞാൻ പറഞ്ഞു. ആന്ന് പറഞ്ഞ അഞ്ചു എന്നാവൂലല്ലോ. അതല്ല, അതല്ല, അത് മറ്റേത്. ഓക്കെ, എന്റെ അനിയന്റെ അനിയത്തിന്റെ ശരിക്കുള്ള പേര് നല്ല പേരാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്താ ഉം. അനിയത്തിന് പറയാം. ഉം. മഹിന. അല്ല, മഹിമ. അല്ല, നോ, മഹിത. അല്ല. അല്ല. പാസ്സാണെങ്കിൽ ഗോപർ. ആ പാസ്. അങ്ങനത്തെ ഒരു പേരില്ലേ? വേദിക സിനിമ നടി. മാഹി. അങ്ങനത്തെ മഹേഷ. മാല തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന എന്നാ അനിയന്റെ പേര് അച്ചു. അച്ചു. ഭാഗ്യറിയാണെന്നോ? ശരിക്കുള്ള പേര്? ഒരു ഡിഫറെന്റ് പേരായത് കൊണ്ട് അത് എമ്മിൽ തുടങ്ങുന്ന എന്താ തന്നെ? ഓക്കെ, യെസ്, ഞാൻ പറയാം. അനിയത്തിന്റെ പേര് മനിക, ആ, മനിക. അനിയന്റെ പേര് മൃണാൾ. എൻ മക്കളെ കേസ്. സോറി ഗൈസ്, അതത്ര സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇനി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതിന്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ വന്നിട്ട് ഞാൻ ഒഴിവാക്കും. കട്ടിലായിട്ട് പറഞ്ഞു. എന്റെ എനിക്ക് എൻഗേജ്മെന്റ് തോന്നുന്നില്ല അത് പറയാൻ. ജൂൺ 9. എനിക്കറിയാം, എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ല, രണ്ടാൾക്കും അറിയുന്നു. ആ. കാരണം ഇപ്പൊ എത്ര നമ്മൾ കണക്ക് കൂട്ടുന്നുണ്ടാ? ആ കണക്ക് കൂടെ കണക്ക് 3.5. എന്റെ ഇൻസ്റ്റഗ്രാമിലെ നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് 3000. അപ്രോക്സിമേറ്റ് മതി. ഇൻസ്റ്റഗ്രാമത്തല്ലേ? ഇൻസ്റ്റഗ്രാമിലല്ല, യൂട്യൂബ്. യൂട്യൂബ് 800 something. Eh? 800 something. 876 or something. ഉം. Right? Sorry, 876 or something. 860 something. ഞാൻ വെച്ചിട്ട് 1K ആയി. അതാണ് എന്റെ ഒരു ഞാൻ ആഗ്രഹം. പറയുന്നു വീടിന്റെ. ഓവന 6.8 നിന്റെ 3.5 ഓക്കെ, എന്റെ There കുറച്ച് ഇൻസ്റ്റഗ്രാമിലെ റീസെന്റ് വീഡിയോ, ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ ഇതാ. ലാസ്റ്റ് വീഡിയോ നീ മറ്റേ ഒരു മിനിറ്റ് ഞാൻ പറയാം. ആ സാരി കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നത് aesthetic വീഡിയോ. ഏതില്? ഇൻസ്റ്റഗ്രാമില് ലാസ്റ്റ് ഇട്ട വീഡിയോ. വീഡിയോ അതാണ്. അല്ല. വീഡിയോ അതല്ലേ നമ്മളെ ഗുരുവായൂർ കഴിഞ്ഞ് നീ മറ്റേ സാരി കൊടുത്ത വീഡിയോ. അതെ. അതെ അതെ അതെ. പക്ഷെ ഇൻസ്റ്റയിൽ ആദ്യത്തെ വീഡിയോ ഇപ്പൊ ഉള്ളത് ഗുരുവായൂരിന്റെ ആണ്. അത് പിൻ ചെയ്ത് വെച്ചോണ്ട്. പിന്നീടായോ? ഓക്കെ, കൂട്ടിക്കോ. ആ, 4.5. എന്റെ യൂട്യൂബിലെ റീസെന്റ് വീഡിയോ. ഗോപു നഖം വെട്ടുന്ന വീഡിയോ. അല്ല അല്ല അല്ല, ഗോപു നഖം വെട്ടുന്ന വെളുപ്പിനായിട്ട്. കോളേജിലത്തെ വീഡിയോ. മറ്റേ ഉം? കോളേജിലത്തെ വീഡിയോ അല്ല. എനിക്ക് എന്നിട്ട് കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഗൈസ് ഞാൻ കാണാറില്ല. അപ്പൊ എനിക്കൊരു ഒന്നര വാട്ട ഈറ്റിനടെയാണ്. ഇൻസ്റ്റാഗ്രാമിലെ റീസെന്റ് ഫോട്ടോ. ഗുരുവായൂർ പോയിട്ട് അമ്മടുത്ത് 5.5, 6. ഗോപു, ഞാൻ പറഞ്ഞ കൈ പൊന്തിക്കുന്ന അതൊന്നും ചെയ്യാൻ പറ്റുമോ? അത് പൊന്തിക്കട. എന്റെ യൂട്യൂബിന്റെ ഐഡി. It's Mega here. It's me Mega here. രണ്ടാക്കും ഓരോന്നും. പ്രത്യേകിച്ചിട്ട് യൂട്യൂബ് വരെ പോയേ കൊടുത്തു. ഏഴും ഏടായി ഗോപുവിന്? ഇത് നിനക്ക് അത്ര ചോദ്യമുണ്ട്.
കഴിഞ്ഞ എന്റെ വീട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് സ്ഥലം മാമുകരി മാവുങ്കാലയുടെ കാട്ടുന്നത് കറക അതൊന്നും പറ്റില്ല. അറിയാം മൗങ്കാൻ അറിയാം പക്ഷെ ഇവിടെ ഏടിയ എക്സാക്ട് പ്ലേസ് എനിക്കറിയാം ഒരു വലിയ കുറച്ച് സാധനങ്ങൾ പറയാം. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏതാന്ന് പറയണം. ഓക്കെ, സ്പ്രൈറ്റ്, മിറണ്ട, കൊക്കോള, പെപ്സി, സെവനം. കൊക്കോള കൈ പൊക്കിയിട്ടില്ല ബബു. ആ, കൈ നോക്കി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് അങ്ങനെ ഇങ്ങനെ പറയണ്ടല്ല. ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. എങ്ങനെ പറയണ്ട വൺ വേർഡ് ആൻസർ അല്ല. അൺവേർഡ് ആൻസർ അല്ല, നിങ്ങൾ ഉത്തരം പറയണം. അല്ല, ഉത്തരല്ല, നിങ്ങൾ പറയണം. സജഷൻ ഒന്നുമല്ല, സെന്റൻസ് സെന്റൻസ് പറയണം. ഇവിടെ ഡിസ്ക്രൈബ് മീൻ ഒരു 5 സെന്റൻസ്. രണ്ടാക്കും പറയാം. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് രണ്ടാക്കും പറയാം ഗൈസ്. ഞാൻ മാർക്ക് കൗണ്ട് ചെയ്ത് മിസ്സായി. സംശയം വീഡിയോ ശരിക്കും ഞാനാന്ന് ജയിച്ച് ഭയങ്കര കുറിച്ചല്ലേ. നല്ലത് പറഞ്ഞേ. ഹലോ ഗൈസ്. അതാണ് ഒന്നും കിട്ടുന്നില്ല ഗൈസ്. അതിന് പറയാൻ മാത്രമൊന്നുമില്ല. അങ്ങനെയല്ലേ പറയരുത്. ആലോചിക്കുന്നുണ്ട്. ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഓക്കെ, ഓക്കെ ഹാപ്പി വിത്ത് കെയർ. ചടി ചടി പിന്നെ ഇവരെല്ലാം നിന്റെ കല്യാണത്തിന് വീഡിയോയിൽ കൊണ്ടോട്ടോ. ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കും. ഒന്നും പറയുന്നു. കൊറേ കഥയുണ്ട് ഇവക്ക്, എന്തെല്ലോ കഥ. അതുകൊണ്ട് നമുക്കൊന്നും ഓർമ്മയില്ല. ആൾക്കാർ അവിടെ മാറിപ്പോയി. പിന്നെ ആളൊരു പാവാണ് വേണമെങ്കിൽ പറയാം. പക്ഷെ കണ്ടാൽ അഹങ്കാരം എന്ന് തോന്നുമെങ്കിലും ആള് പാവാണ്. നാളെ പറഞ്ഞേ ഇംഗ്ലീഷ് ഗുഡ് സ്റ്റോറി ടെല്ലറാണ്. കഥ എങ്ങനെ ഇപ്പൊ മേ ബി ഒരു ഇൻസിഡന്റ് നടന്ന അവളുടെ ലൈഫിലെങ്കിലും ഷീ എക്സ്പ്ലെയിൻ ഇൻ എന്താ പറയാ such a way we also be there in that. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അവരുടെ കൂടെ നിന്നിട്ട് ആ ഇൻസിഡന്റ് ഫീൽ ചെയ്യുന്ന പോലെ അങ്ങനെ എക്സ്പ്ലെയിൻ സെൻസിറ്റീവായി പറഞ്ഞ സെൻസിറ്റീവാണ്. ശത്രുത വന്ന നിങ്ങൾക്ക് അറിയില്ല ഇവിടെ ടെററാണ് ഗൈസ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് നല്ല എന്റർടൈൻമെന്റ് ഇവിടെ ഉണ്ടായിരുന്ന റൂമില്. പിന്നെ എല്ലാ തോന്നിയാസത്തിനും കൂട്ടും. എന്ത് തോന്നും ഇപ്പൊ നമ്മൾ വേണോ എന്നാ ഇങ്ങനെ പക്കുവ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. പിന്നെന്താ എന്റെ അനിയത്തിന്റെ പ്രായം, പക്ഷെ എന്നെക്കാട്ടും എന്ന് പറയുന്നത് വെറും അലമ്പ് സാധനം. എന്നെ ഒന്നും ബഹുമാനം പറഞ്ഞ സാധനം ഇല്ല. ആ ഇവക്ക് ഇങ്ങനെ കൂടെ കിടക്കുന്നതായോണ്ടോ ഭയങ്കര എന്റെ ചാനലിൽ ഒരു പെട്ടി ഗ്യാപ്പുണ്ട്. അല്ല ഒരേ റൂംമേറ്റ് ആയത് നമ്മൾ കുറച്ച് ഇവിടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒക്കെ കുറച്ചും കൂടെ ബഹുമാനം വേണ്ടിയിട്ടല്ല. എന്നാൽ അങ്ങനെയല്ലേ ഒരു പരിചയപ്പെട്ട സമയത്തെങ്കിലും ഒന്ന് ഏച്ചിന്നോ അല്ലെങ്കിൽ ഗോപുന്നോ ബഹുമാനത്തോടെ ഒന്ന് വിളിക്കുക. ഞാൻ പരിചയപ്പെട്ട സമയത്ത് ഗോപിക മാം എന്നായിരുന്നു ഗൈസ് വിളിക്കുന്നുണ്ടായിരുന്നു. ഏത് നേരത്തെ തലയിലായത് എനിക്കറിയില്ല ഗൈസ്. അത്ര പോരെ. ഇതിൽ വന്നിട്ട് ആര് എക്സ്പ്ലെയിൻ ചെയ്യാൻ 8-10 അത് ഗോപുവിന്റെ എസ് ആയിരുന്നു 10 പോയിന്റ് പറ നസ്രി. അപ്പൊ നമ്മള് ഇന്നത്തെ ഇതില് വിൻ ചെയ്തിരിക്കുന്നത് ഗോപിക മാം. കിരീടൊന്നുമില്ല. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ഇപ്പൊ അത്രയുള്ളൂ. ബൈ. കണ്ണുകുത്തി.